അമേരിക്കയുമായുള്ള പുതിയ വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായും അവസാനിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കുവാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് സർക്കാർ അനൌദ്യോഗിക നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. പുതിയ കരാറുകൾ ഒപ്പിടുന്നത് കമ്പനികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ 25% അധിക നികുതി വീണ്ടും ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യയുടെ മേലുള്ള നികുതി ഭാരം കുറയ്ക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ഇന്ത്യക്ക് ഗുണകരമായിരിക്കുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വിദേശകാര്യ മന്ത്രാലയം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ നിന്ന് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എണ്ണ ഇറക്കുമതിയിൽ മാറ്റം വരുത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പുതിയ കരാർ അനുസരിച്ച് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, തുകൽ ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയ്ക്ക് അമേരിക്കയിൽ നികുതി ഇളവ് ലഭിക്കും. പകരമായി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ വിപണി തുറന്നുകൊടുക്കും. ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം തുടരുമെന്ന് റഷ്യ അറിയിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ബാധിക്കില്ലെന്നാണ് ക്രെംലിൻ വ്യക്തമാക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം $500 ബില്യൺ ഊർജ്ജ ഉൽപ്പന്നങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും അമേരിക്കയിൽ നിന്ന് വാങ്ങുവാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇതോടെ റഷ്യയെ ആശ്രയിക്കുന്നത് കുറച്ച് അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം.